ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളോടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കുന്ന NS 400 ആണ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു വൈറ്റ് DRL കാണാം. അതുപോലെ അത്യാവശ്യം നല്ല കാണാൻ നല്ല ലുക്കായിട്ടാണ് DRL വന്നേക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് വരുന്ന പ്രൊജക്ടർ ലൈറ്റാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ വണ്ടി അതുപോലെ അടുത്ത് നമുക്ക് വരുന്ന ഷോക്ക് ഓഫറാണ്. ഷോക്ക് ഓഫർ വരുന്ന നമുക്കൊരു ചെറിയ ഗോൾഡൻ കളർ, അത് അത്യാവശ്യം നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ വീലയിലോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ ടയർ വരുന്നത്. 110/70/17 സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസാണ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഫ്രണ്ട് വീലിലോട്ട് വരുമ്പം ഫ്രണ്ട് വീലിൻ്റെ ഡിസ്കിൻ്റെ സൈസ് 320 ഡിസ്കിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ അലോയുടെ ഏതാണ്ട് അടുത്ത് തന്നെ വലിപ്പമുണ്ട്. പക്ക ഒരു സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ വീഴും ഈ ഡിസ്ക് ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ. നമുക്ക് സൈഡിലോട്ട് വരുമ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത്. സൈഡ് വ്യൂവിന് വണ്ടി അത്യാവശ്യം നല്ല മനോഹരമായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഓയിൽ കൂൾ എഞ്ചിനാണ്. നമുക്കടുത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കണക്റ്റിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിലിറ്റി, നാവിഗേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്താൽ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ചാർജ് വരെ ഇത് അറിയാൻ പറ്റും. ഫുള്ള് എല്ലാം. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും എല്ലാ ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. ഒത്തിരി കണക്റ്റിംഗ് ഫീച്ചേഴ്സുമായിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് 4 ഡ്രൈവിംഗ് മോഡുണ്ട്. റെയിൻ മോഡ്, സ്പോർട്സ് മോഡ്, റോഡ്, ഓഫ് റോഡ്. അതായത് ഏത് ടെറൈനിലും നമുക്ക് വണ്ടി ഉപയോഗിക്കാമെന്നാണ്. നമുക്കിത് വണ്ടിയുടെ മോഡും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. നമ്മളെടുക്കുന്ന ഇപ്പോൾ റൈഡ് മോഡ് വന്നിട്ടുണ്ട്, റോഡ് മോഡ്, സ്പോർട്സ് മോഡ്, റെയിൻ മോഡ്, ഓഫ് റോഡ്. ഇപ്പോൾ ഓഫ് റോഡ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഓഫ് റോഡ് മോഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അത് കഴിഞ്ഞ് നമുക്ക് ട്രാൻഷൻ ഓഫ് ആക്കാം, ഓൺ ആക്കാൻ നോക്കാം. അത് മാനുവലി നമുക്ക് ഇതേ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതേ ഇപ്പം കണക്റ്റിംഗ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫ്യൂവൽ, എല്ലാ സാധനങ്ങളും ഫുള്ള് നമുക്ക് ഇത് അറിയാൻ പറ്റും. RPMൻ്റെ അറിയാൻ പറ്റും. അതുപോലെ ഗിയർ നാവിഗേഷൻ്റെ അറിയാൻ പറ്റും. ഫ്യൂവൽ, അതുപോലെ തന്നെ നമുക്ക് കിലോമീറ്റർ, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെയും കാര്യങ്ങളും, പിന്നെ ഏത് മോഡിലാണ് വണ്ടി ഓടുന്നതെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ ഓരോ മോഡലിലും നമുക്ക് മൈലേജിൽ വേരിയേഷൻ ഉണ്ട്. അത് സ്പോർട്സ് മോഡലൊക്കെ ഇട്ടാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എണ്ണ കുടിക്കും. ഇപ്പം എന്താ പറയുക, റോഡ് മോഡലൊക്കെ ഇട്ടാലാണ് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഇടത് സൈഡിൽ ഈ സ്വിച്ച് വെച്ചാണ് നമ്മൾ ഡിസ്പ്ലേയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം റോഡ് മോഡലാണ്, റെയിൻ മോഡാണെങ്കിലും സ്പോർട്സ് മോഡാണെങ്കിലും എല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ എല്ലാ കാര്യങ്ങളും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഫുള്ള് നമ്മൾ ഈ സ്വിച്ചിലാണ് ഇത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ 4 ഇൻഡിക്കേറ്ററിൻ്റെ ഇൻബിൽറ്റ് ഒരു സ്വിച്ചും കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തുകൊണ്ടാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. LED ഇൻഡിക്കേറ്ററാണ്. അത്യാവശ്യം നല്ല ലുക്കായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ക്ലച്ച് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും നമുക്ക് 5 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 രീതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ക്ലച്ച് തന്നേക്കുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. ടാങ്ക് ആണെങ്കിലും ബ്ലാക്കിൽ ആണ് വരുന്ന ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പെരിമീറ്റർ ചേസാണ് വരുന്നത്. നല്ല ഉറപ്പുള്ള ഒരു ചേസാണ്. അതുപോലെ 400 cc വണ്ടി വരുന്നത് 40 PS പവർ. അത്യാവശ്യം നല്ല പവറാണ് വരുന്നത്. അതുപോലെ തന്നെ PS പവർ 40 PS പവറും ടോർക്ക് വരുന്നത് 35 ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഈ കുറഞ്ഞ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അതുപോലെ 6 ഗിയറാണ് വണ്ടി. ബാക്കിലോട്ട് വരും. ഇതാണ് നമ്മുടെ ടയർ വരുന്നത്. ടയർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടയറാണ് വന്നേക്കുന്നത്. 140/70/17 സൈസ് വന്നേക്കുന്നത്. അതുപോലെ ഇതാണ് ഡിസ്ക് വരുന്നത് 230 തിക്നെസ്സിലാണ് ഡിസ്ക് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മോണോ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യാത്രാസുഖവും കാര്യങ്ങളാണ് വണ്ടി വരുന്നത്. ഇതാണ് ബാക്കിലോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച. ബാക്കിലോട്ട് വരുമ്പം NS 400 വരുമ്പോൾ അത്യാവശ്യം ഒരു LED ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൈഡ് റിഫ്ലക്ടറും അതുപോലെ മൺഫ്ലാപ്പ്. അത്യാവശ്യം നല്ല ലുക്കായിട്ട് തന്നെയാണ് വണ്ടി വന്നേക്കുന്നത്. ടയർ നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വണ്ടി നന്നായിട്ട് ചേരുന്നുണ്ട് വണ്ടിക്ക്. അതുപോലെ നമ്മളെ കൂളൻ്റുള്ള എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം വണ്ടിക്ക് നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്നാ ലോങ് വേണമല്ലോ അത്യാവശ്യം
നന്നായിട്ട് ഉപയോഗിക്കാൻ ഒരു കുഴപ്പം കാണത്തില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് വണ്ടിയെ വെയിറ്റ് വരുന്നത് 174 കിലോ വെയിറ്റാണ് വണ്ടിക്ക് വരുന്നത്. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ വെയിറ്റ് വണ്ടി വരുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ബജാജ് നമുക്ക് ഇതിൽ ട്രാൻഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വണ്ടി സ്ലിപ്പ് ആവാതെയൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ NSൻ്റെ ടാങ്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ടാങ്കിൽ പൾസർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് സീറ്റ്, ഡ്യുവൽ സീറ്റാണ്. സീറ്റ് നമുക്കൊരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ് എന്നാൽ അത്യാവശ്യം നല്ല നമുക്ക് പക്ക റൈഡിങ് പൊസിഷൻ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഇതാണ് വണ്ടി ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഒരു 400NS എന്നൊരു ചെറിയ ബാഡ്ജിങ്ങും കാണാം. ഇത് നമ്മളെ ലേഡീസ് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്കൊരു ചെറിയ അണ്ടർബെല്ലിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല കാണാൻ നല്ല മനോഹരമായിട്ടാണ് ആ സംഭവം ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഫ്രണ്ടിലത്തെ മൺഗാർഡാണല്ലോ അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലാണ് മൺഗാർഡ് വന്നേക്കുന്നത്. കാരണം ഈ വിലയ്ക്ക് വാല്യൂ ഫോർ മണിയാണ് വണ്ടി വരുന്നത്. പിന്നെ അലോയുടെ ഡിസൈൻ പാറ്റേൺ ആണെങ്കിലും കാണാൻ നല്ല ലുക്കാണ്. കാരണം അലോയും ആ ഷോക്ക് ഓബ്സറും എല്ലാം തമ്മിൽ നല്ല മാച്ചായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മോണോ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വണ്ടിയുടെ സൗണ്ടാണ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.